ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി LDFനെ സഹായിക്കാനാണ് BJP ശ്രമമെന്ന് K മുരളീധരൻ. നിലമ്പൂരിൽ തുടങ്ങിയ വിശുദ്ധ സഖ്യം നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന, ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു. കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ BJPയുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെയൊന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു. സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട്, വേറെ കാര്യമായിട്ടുള്ള ഒച്ചയാനൊക്കൊന്നുമില്ല. പക്ഷേ ചില UDFന് സ്ഥിരമായി കിട്ടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രചരണങ്ങൾ. കാരണം മതമേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത്, മറ്റു രണ്ട് മുന്നണിയും നിർത്താത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ നിർത്തിയത് എന്നുള്ള പ്രചരണം നടത്തുക. ഇതൊക്കെ LDFനെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ BJPയുടെ ഇലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പൗഴ്ത്തുകയും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചവർക്ക് മറുപടി തൃശ്ശൂർ കൊടുത്തു എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിയെ നന്നായി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കുക. LDFന്റെ പ്രചരണം മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക, അത് പാർട്ടി നയാണ്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയുടെ കൺവെൻഷനിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തുന്ന സ്ക്വാഡുകളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ അതിനെയും കവറപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വർക്ക് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് നിലമ്പൂർ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തത് ഭാരതാംബയുടെ ചിത്രത്തിന്റെ വിവാദം, RSSന്റെ കൊടിയേന്തിയിട്ടാണ്. ഈ സംഭവത്തിൽ മന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ട് പോയി. ഒരു പ്രതിഷേധ കത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി? ഒരു പ്രതിഷേധ കത്ത് പോലും നൽകിയില്ല. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ UDFനെ തകർക്കുക, പകരം തൽക്കാലത്തേക്ക് BJP വരുന്നത് വരെ ഒരു കാവൽ ഏർപ്പാടായിട്ട് LDF തുടരുക, ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവും. പക്ഷെ ഇത് നിലമ്പൂരിൽ അങ്ങനെ തുടങ്ങുന്ന ഈ അവിശുദ്ധ സഖ്യം ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കും. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി മുമ്പ് ഇടപെട്ടിരുന്നു. മുമ്പ് 1987 തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് അവർ വോട്ടിംഗ് രംഗത്ത് വരുന്നത്. അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പറഞ്ഞു. എനിക്കറിയാം, കോഴിക്കോടൊക്കെ അവർ അന്ന് വീരേന്ദ്രകുമാറിനെ പരസ്യം പത്രത്തിൽ പേര് പ്രസിദ്ധീകരിച്ചിട്ടാണ് വോട്ട് ചോദിച്ചത്. 96 അവർ വ്യക്തമായ ഇടതുപക്ഷത്തിന്റെ പാർട്ടിക്ക് പോയി. അതിന്റെ കാരണം ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് ഗവൺമെന്റ് RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിച്ചപ്പോൾ ആ പേരിൽ 96 മുതൽ 2016 വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവര് UDFന്റെ കൂടെ LDFന്റെ കൂടെ നിന്നു. 2010 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അപ്പോഴും ബന്ധം തുടർന്നു LDFുമായിട്ട്.
എന്നാൽ 2019 വന്നപ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു. നിലമ്പൂരിൽ ട്രെൻഡ് UDFന് അനുകൂലമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. LDFനെ സഹായിക്കാനാണ് BJP ശ്രമിക്കുന്നത്. സ്ഥിരമായി UDFന് വോട്ട് കിട്ടുന്ന ഇടങ്ങളിൽ മാത്രമാണ് BJPയുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി. നിലമ്പൂരിൽ തുടങ്ങിയ വിശുദ്ധ സഖ്യം നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.